ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്, അതിന് ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. കിടിലൻ ഫീച്ചറാണ്. ഒരു ലേക്ക് കൂടി സ്റ്റിയറിങ്ങിന് കൊടുക്കാറുണ്ട്, അതും കയ്യോടെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാമെന്ന് പറയാം. അതായത് ഇതാണ് നമ്മുടെ ഇന്ത്യക്കാർ സ്കോഡയോട് ഏറ്റവും അധികം ആവശ്യപ്പെട്ട ഇലക്ട്രിക് സൺറൂഫ്. അത്യാവശ്യം ഡീസൻറ്റ് സൈസിൽ, വാനിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കണ്ടോ. ഇത്തരത്തിലൊരു ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഫീലാണ് നമ്മുടെ പുറകിലേക്കൊക്കെ നൽകി. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഓൾറെഡി വരുന്നുണ്ട്, 4 ഡോറിലും സ്പീക്കേഴ്സ് ഓൾറെഡി വരുന്നുണ്ട്. ഒരു സ്ക്രീനിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. നമ്മൾ വേറെ ഒരുപാട് വയറിങ് കാര്യങ്ങളോ സ്റ്റിയറിംഗിൽ കൺട്രോളിന് വേണ്ടിയിട്ട് വേറെ സ്റ്റിയറിംഗ് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അതെ ഈ വാഹനമൊക്കെയാണ്. അതായത് സ്കോഡ ഇന്ത്യക്കാർക്കിടയിൽ സർവേ നടത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വേരിയന്റ് ഇറക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയ സ്കോഡ ഇന്ത്യൻ മാർക്കറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് എന്നുള്ളത്. സ്കൈലാക്കിന് ഒരു പുതിയ വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലാസിക് പ്ലസ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ക്ലാസിക്കിന് തൊട്ട് മുകളിലുള്ള വേരിയന്റ്, ക്ലാസിക്കാണ് ബേസ് വേരിയന്റ്, അതിന് ക്ലാസിക് പ്ലസ് എന്നുള്ളൊരു വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യക്കാർ ഏറ്റവും അധികം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സൺറൂഫ് ആണ് എന്നുള്ളതുകൊണ്ട് അതുവരെ ഈ സെക്കൻഡ് വേരിയന്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസും ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ മാനുവലാണ് നോക്കുന്നെങ്കിൽ ഓൺ റോഡ് 9,87,000 രൂപയിൽ കിട്ടും. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അതാണ് 11 ലക്ഷത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് കിട്ടും. അതും ഒരു ജർമ്മൻ കാറ് ഇത്രയധികം ഫീച്ചർ ലോഡറായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ വേറെ കിട്ടില്ല. മാത്രമല്ല ഓട്ടോമാറ്റിക് വരുന്നത് ടോർക്ക് കൺവേർട്ടർ ആണ്, അതും മറ്റൊരു മാനുഫാക്ചറും ഈ ബഡ്ജറ്റിൽ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിലയിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഈ ഒരു വേരിയന്റ് ക്ലാസിക് പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത് വിശദമായിട്ട് നോക്കാം. സോ ഞാൻ ഈ പറഞ്ഞ പ്രൈസൊക്കെ ഓൺ റോഡ് പേപ്പറിലുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനേക്കാൾ ഡിസ്കൗണ്ട് റേറ്റിലും ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. ഓഫേഴ്സൊക്കെ ഓരോ മാസത്തിനനുസരിച്ച് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് അതുപോലെ മറ്റുള്ള എല്ലാ മോഡൽസിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ സ്പെസിഫിക് വേരിയൻ്റ് പ്രൈസാണ്. മറ്റുള്ള വേരിയൻ്റെ പ്രൈസ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്കിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല. നമ്മുടെ സ്കോഡ വാഹനങ്ങളും കാണുന്ന പോലെ ഒരു ഗ്രില്ല് ഗ്ലോസി ബ്ലാക്കിൽ തന്നെ വരുന്നുണ്ട്. സ്കോഡയുടെ ലോഗോ കാണാം. LED DRLs വന്നിട്ടുണ്ട്, LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ലോഡഡ് ആയി എന്ന് പറയാം. അതായത് ലൈറ്റ്സ് ഒക്കെ LED ആയിട്ടുണ്ട്, റെയിൻ സെൻസിങ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വൈപ്പറും വരുന്നുണ്ട്. അത്രയല്ല നമ്മളൊരു വാഹനത്തിന് മുൻവശത്ത് ആഗ്രഹിക്കുന്നുള്ളൂ, അതൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് വന്നാൽ 16 ഇഞ്ചാണ് ടയർ സൈസ്, 205 60 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ്. അതിന് വീൽ കവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. മുൻവശത്ത് ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരിക. 189 മില്ലിമീറ്ററിൻ്റെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. സൈഡ് ക്ലാഡിംഗ് ഒക്കെ ഫുൾ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORMs വരുന്നുണ്ട്. അതിൽ തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഒരു റൂഫ് റെയിൽസ് കൂടി കാണാം. അപ്പോൾ ഇവിടെയും വശം നോക്കുകയാണെന്നുണ്ടെങ്കിലും അലോയ് വീൽ ഇല്ലല്ലോ എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് പറയുന്ന രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അലോയ് ഉള്ള വേരിയൻ്റ് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള സിഗ്നേച്ചർ ലഭിക്കും. 4 അലോയ് വീൽ വരും. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും 1.5 ലക്ഷം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഇത് തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു അലോയ് സെറ്റ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. പിന്നെ സൺറൂഫ് കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ഇന്ത്യക്കാർ സ്കോഡയോട് ഏറ്റവും അധികം ആവശ്യപ്പെട്ട ഇലക്ട്രിക് സൺറൂഫ്. അത്യാവശ്യം ഡീസൻറ്റ് സൈസിൽ, വാനിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സൈസ് കാര്യങ്ങൾ നമുക്ക് അതിന് വരുന്നുണ്ട് എന്ന് പറയാം. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറവുകളുണ്ട്. ഈ ഒരു വിലയിൽ നമുക്കത് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പുറകിൽ ഡീഫോഗർ ഇല്ല, റിയർ വ്യൂ ക്യാമറ വരുന്നില്ല. പക്ഷേ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഞാൻ ഉള്ളിൽ കയറുമ്പോൾ പറഞ്ഞുതരാം, നമുക്ക് അധികം കോസ്റ്റ് ഒന്നും വരില്ല എന്നുള്ളതാണ്. ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV വേണ്ട ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 360 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സൈസ് 15 ഇഞ്ചാണ്. 195 65 പ്രൊഫൈലുള്ള 15 ഇഞ്ചിൻ്റെ സ്പെയർ വീൽ വന്നിട്ടുണ്ട്. പാർസൽ ട്രേ ഇല്ല, അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പുറയിലേക്ക് വരുന്നുണ്ട്, 2 എണ്ണം മുന്നിൽ. അങ്ങനെ 5 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതാണ് മൊത്തം ഓവറോൾ ലുക്ക് പുറത്ത് പറയാനുള്ളത്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ്. നമുക്ക് റൂഫല്ല, നമ്മുടെ അപ്പോൾസ്ട്രി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. റൂഫ് നമ്മുടെ ഒരു ബീജ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഡിസൈന് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫുൾ ബ്ലാക്ക് ഫാബ്രിക് ഫിനിഷാണ് സീറ്റുകൾക്ക് വന്നിട്ടുള്ളത്. ഡോറിൽ ആംറസ്റ്റൊക്കെ ഈ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഫാബ്രിക് ടച്ച്, അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. 4 പവർ വിൻഡോസും നമുക്ക് ലഭിക്കുന്നുണ്ട്, അതിനും ഒരു ലേക്ക് കൊടുക്കാം. ഇനി കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നത്. ഇതിൻ്റെ തൈ സ്പോട്ടിൻ്റെ കാര്യത്തിലും ലെഗ് റൂമിൻ്റെ കാര്യത്തിലൊക്കെ ഡീസൻറ്റ് സ്പേസ് ഉണ്ട് എന്ന് പറയാം. ഹെഡ് റൂം ആണെങ്കിലും അടിപൊളിയാണ്, കുഴപ്പമില്ല എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത്. കാരണം സൺറൂഫ് വന്നിട്ട് കൂടി നമുക്ക് ആവശ്യത്തിന് ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഉള്ളിൽ നൽകിയിട്ടുള്ളത്. സൺറൂഫിൻ്റെ ഒരു വ്യൂ നമുക്ക് അത്യാവശ്യം, അത് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ ഒരു വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലുതാണ്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്ക് അതിൻ്റെ വ്യൂ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് വരുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ബാഗിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. വേറെ ചാർജർ AC വെൻ്റ് അതൊന്നുമില്ല. അതൊക്കെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് 1.5 ലക്ഷം കൂടുതൽ കൊടുക്കുമ്പോൾ വേരിയൻറ്റിലാണ് വരിക. പക്ഷേ അതൊരു കുഞ്ഞു വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം AC സ്കോഡയുടെ പഴയ വാഹനങ്ങളിൽ കുറച്ച് മോശമായിരുന്നെങ്കിലും ഇപ്പോൾ അവരത് അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മോട്ടറും ഒക്കെ നൽകിയതുകൊണ്ട് ഇപ്പോൾ AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ്. അപ്പോൾ മറ്റൊരു കാര്യം, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരിക്കും. നിങ്ങൾക്ക് 2 പേരെ ഇരിക്കുന്നെങ്കിൽ അടിപൊളിയായിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഇത് യാത്ര ചെയ്യാന്നുള്ള ഒരു ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കണ്ടോ.
ഇത്തരത്തിലൊരു ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഫീലാണ് നമ്മുടെ പുറകിലേക്കൊക്കെ നൽകി ഹഗ് ചെയ്തിരിക്കുന്ന രൂപത്തിൽ രണ്ടുപേരെ യാത്ര ചെയ്യുന്നെങ്കിലും വേറെ ലെവൽ കംഫർട്ടായിരിക്കും ഇതിൻ്റെ റിയർ സീറ്റ് എന്ന് പറയാം. ഇനി നമ്മുടെ മുൻവശത്ത് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ ഞാൻ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. കൂടാതെ സെൻട്രൽ ലോക്കിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഫ്ലിപ്പ് കീ ആണ്, ഒന്നല്ല 2 ഫ്ലിപ്പ് കീ നമുക്ക് കമ്പനി തരുന്നുണ്ട്. സ്കോഡയുടെ ലോക്ക് അൺലോക്ക്, ഹുഡ് ഓപ്പണിങ്ങിൻ്റെ ഒരു കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വിൻഡോയുടെ കൺട്രോൾ കൂടാതെ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് വരുന്ന ORMസിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്, അതിന് ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. കിടിലൻ ഫീച്ചറാണ്. ഒരു ലേക്ക് കൂടി സ്റ്റിയറിങ്ങിന് കൊടുക്കാറുണ്ട്, അതും കയ്യോടെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാമെന്ന് പറയാം. അതായത് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്താൽ ടിൽറ്റ് ചെയ്യാം, ടെലിസ്കോപ്പിക് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്കോഡ നിങ്ങൾ ഒരു ലേക്കല്ല ഒരു 3 ലേക്ക് അറിയിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ സാധാരണ നമ്മുടെ ജർമ്മൻ അല്ലെങ്കിൽ സ്കോഡ വോക്സ്വാഗൻ വാനിൽ കാണുന്ന പോലെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് ലെവലർ കാണാം. നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്താണ്, റൈറ്റ് സൈഡിലാണ്. ഹെഡ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. MID എന്ന് പറഞ്ഞാൽ ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ലെവൽ കാണാം, കൂൾ ആൻഡ് ടെമ്പറേച്ചർ. നടുവിലൊരു കുഞ്ഞ് MID ഉണ്ട്. അതിൽ നമുക്കിത് ഡോറ് തുറന്നിട്ട് ഡീറ്റെയിൽസ്, അതുപോലെ അത്യാവശ്യം വെഹിക്കിൾ സ്റ്റാറ്റസ്, ഡ്രൈവിംഗ് ഡാറ്റ തുടങ്ങിയിട്ട് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസൊക്കെ അതിലും അറിയാനായിട്ട് പറ്റും. അവിടെയൊക്കെ അടിപൊളിയാണ്. ഈ സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ ഒരു 9,80,000 കിട്ടുന്ന ഒരു സ്കോഡയുടെ വാഹനമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പോരെ, ഇതൊക്കെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളൊരു ഫീലാണ്. ഒരേ ഒരു കുറവ് പറയാനുള്ളത് ഇതിൽ ടച്ച് സ്ക്രീൻ അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മുകളിലേക്ക് പോയാൽ സിഗ്നേച്ചറിൽ 1,00,000 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. അപ്പോഴും ഞാൻ പറയും ഈ ഒരു വേരിയൻ്റ് എടുത്ത് നമുക്ക് നല്ലൊരു ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാന്നുള്ളത്. കാരണം എന്താ അറിയോ, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഓൾറെഡി വരുന്നുണ്ട്, 4 ഡോറിലും സ്പീക്കേഴ്സ് ഓൾറെഡി വരുന്നുണ്ട്. ഒരു സ്ക്രീനിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. നമ്മൾ വേറെ ഒരുപാട് വയറിങ് കാര്യങ്ങളോ സ്റ്റിയറിംഗിൽ കൺട്രോളിന് വേണ്ടിയിട്ട് വേറെ സ്റ്റിയറിംഗ് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. സോ ഒരു 8 ഇഞ്ചിൻ്റെ 10 ഇഞ്ചിൻ്റെ ഒക്കെ നല്ലൊരു സ്ക്രീൻ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് എന്നുള്ളതും അതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRMs ആണ് നൽകിയിട്ടുള്ളത്. അതും കിടിലൻ ഫീച്ചറാണ്. അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. താഴെ വന്നാൽ മാനുവൽ AC, ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹസാർഡ് ലാമ്പ്, അത്രയും ചുരുങ്ങിയ കൺട്രോൾസ് കാണാം. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയ, 12 വാട്ട് ചാർജ് സോക്കറ്റ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു മാനുവൽ വാഹനമാണ്, 6 സ്പീഡ് മാനുവൽ വന്നിട്ടുണ്ട്. താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളാണ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. പിന്നെ ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് വരുന്നുണ്ട്. വാനിറ്റി മിറർ നമ്മൾ ഈ ഒരു പ്രൈസിൽ പ്രതീക്ഷിക്കുന്നില്ല, അതൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പുറയിൽ കണ്ട പോലെ തന്നെ മുന്നിൽ ലൈറ്റ്സുകൾ നമുക്ക് LED ആണ് വന്നിട്ടുള്ളത്. സൺറൂഫ് ഇത്തരത്തിൽ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, ആ രൂപത്തിലാണുള്ളത്. സോ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സ്കോഡയുടെ ഒരു ജർമ്മൻ എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂഡ് നോക്കുമ്പോൾ വേറെ ലെവൽ പാക്കേജ് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. ഇനി എഞ്ചിൻ്റെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. 114 bhp 178 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടൊരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് കൈലാക്കിന് പവർ നൽകുന്നത്. മൈലേജ് ക്ലെയിം ചെയ്ത് 19 മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ വാഹനം എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസിലൊന്നും ഒരു കുറവും ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നത് ടർബോ എഞ്ചിൻ തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇതിൽ ഓട്ടോമാറ്റിക് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സോ ഈ ബഡ്ജറ്റിൽ മറ്റൊരു ബ്രാൻഡ് നൽകുന്നില്ല. അത്രയും സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്കൊരു 10 ലക്ഷം ടു 11 ലക്ഷത്തിന് നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കിയാൽ കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിലുള്ളത് AMT ആണ്. വളരെ അപൂർവം ബ്രാൻഡ് മാത്രം CVT തരുന്നുണ്ട്. പക്ഷേ ടോർക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ SUV വാഹനങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എൻഡ് ടോർക്കിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആണെന്ന് പറയാം. അത് നമുക്ക് ഈ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആയിട്ടുള്ള കൈലാക്കിൽ നമ്മുടെ സ്കോഡ നൽകിയിട്ടുണ്ട്. അതൊരു കിടിലൻ പാക്കേജ് ആയിട്ട് തോന്നി. മാനുവലിൽ നിന്നും 1 ലക്ഷം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടുള്ളൂ. ഓട്ടോമാറ്റിക് കിട്ടാനായിട്ട് അത് വർത്താണ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയധികം വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ലോങ് ടൈം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു ചോയ്സ് ആയിരിക്കും കയ്യിലേക്ക്. അതായത് നിങ്ങൾ 3 വർഷം 4 വർഷം കൊണ്ട് വണ്ടി മാറ്റുന്നൊന്നുമില്ല, അതിൻ്റെ ലൈഫ് വരെ അറ്റ്ലീസ്റ്റ് 8 കൊല്ലം 10 കൊല്ലം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക്കലി പോയാൽ കിടിലൻ ചോയ്സാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്രൈസ് ലിസ്റ്റ് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് കൈലാക്ക് ഒരു 9,87,000 രൂപയ്ക്ക് ഓഫർ കഴിയാതെ, ഓഫർ കഴിഞ്ഞാൽ അതിലും കുറവിൽ നമുക്ക് കിട്ടും. ഇത്രയും ഫീച്ചേഴ്സും വന്നു കഴിഞ്ഞാൽ പക്ക വാല്യൂ ഫോർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി ഒന്ന് എടുത്താൽ കൊള്ളാമെന്ന് വരെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.